മോദിജിയുടെ ഭരണം ഭാരതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. വളരെ പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തി ജനങ്ങളുടെ ശ്രദ്ധയും ആദരവും അദ്ദേഹം ആകർഷിച്ചു. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മറ്റൊരു മെച്ചം എന്ന് നമുക്ക് പറയാവുന്നത് ഭാരതത്തിലെ ആകമാന ജനങ്ങളിലും തങ്ങൾ ഭാരതീയരാണ് എന്നുള്ള ബോധം വളർത്തുന്നതിൽ വളരെയേറെ സഹായിച്ചു. അതിൻ്റെ പിന്നിലുള്ള മാസ്മരിക ശക്തി എന്ന് പറയുന്നത് വന്ദേ മാതര ഗാനമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തെരുവീതിയിലേക്ക് ആനയിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് വന്ദേ മാതര ഗാനമാണ്. അന്നത്തെ സമര സേനാനികൾ വെടിയുണ്ടകളെ നേരിട്ടതും കഴുമരത്തിലേക്ക് അവർ സുസ്മേരവദനരായി നടന്നു നീങ്ങിയതും വന്ദേ മാതര ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ശക്തി. പക്ഷേ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കുറേ ആൾക്കാർ അതിനെ എതിർത്തു. അതിൻ്റെ ഫലമായി കോൺഗ്രസ് ആദ്യത്തെ 2 സ്റ്റാൻസ പാടിയാൽ മതി എന്നുള്ളൊരു തീരുമാനം ഏതാണ്ട് 1937-38 കാലഘട്ടങ്ങളിൽ എടുത്തു. അതിനുശേഷം വന്ദേ മാതര ഗാനം ഒഫീഷ്യലായിട്ട് ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം പാടുന്നൊരു നിലയിലേക്ക് വന്നു. പക്ഷേ മോദിജിയുടെ സർക്കാർ വളരെ കർശനമായി ആ ഗാനം ആലപിക്കണം എല്ലാവരും എന്ന തീരുമാനത്തിലേക്ക് വന്നു. മാത്രവുമല്ല, ഈ ഗാനത്തിനെ നമ്മുടെ ദേശീയ ഗാനമായി ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തിന് തത്തുല്യമായ പദവിയിലേക്ക് ഈ സർക്കാർ കൊണ്ടുവന്നു. ഈ വർഷം ജൂലൈ മാസത്തിലാണ് ഈ വന്ദേ മാതര ഗാനത്തിന് ജനഗണമന എന്ന ദേശീയ ഗാനത്തിൻ്റെ അതേ പദവി നൽകിയത്. അതുകൊണ്ട് എന്താണ് ഒരു മെച്ചമുണ്ടായത് എന്ന് ചോദിച്ചാൽ, ഈ വന്ദേ മാതര ഗാനത്തെ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കുറ്റകരമാണ്. അത് വേറൊരു വശം. പക്ഷേ നമുക്കറിയാം, കോൺഗ്രസ് ഇതിനെ എതിർത്തു എങ്കിലും ഭാരതത്തിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 3 വന്ദേ മാതര ഗാനം പൂർണ്ണമായും ആലപിച്ചു. എന്തിന്? സോണിയാഗാന്ധി തടഞ്ഞിട്ട് പോലും AICC ആസ്ഥാനത്ത് പൂർണ്ണമായി അത് ആലപിച്ചു. അതൊരു വശം. നമ്മൾ ധാരാളം യൂട്യൂബുകളിലൂടെ കണ്ടു, ഭാരതത്തിലെ മിക്കവാറും എല്ലാ മദ്രസകളിൽ നിന്നും എല്ലാ അറബിക് കോളേജുകളിലും ഒക്കെ ഈ തരത്തിലുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ വളരെ സന്തുഷ്ടരായി എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റോടുകൂടി നടക്കുന്ന ചിത്രം നൂറുകണക്കിന് വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. ഞാൻ കുറേയൊക്കെ ശേഖരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഏതായാലും അത് എത്രയൊക്കെ ശേഖരിക്കാൻ നോക്കിയിട്ടും എല്ലാം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം മുസ്ലിം ജനവിഭാഗം ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുത്ത ആഗസ്റ്റ് 15 ആ ദിനത്തെ അങ്ങേയറ്റം ഉത്സാഹത്തോടു കൂടി ആദരിച്ചു, ആഘോഷിച്ചു എന്നുള്ളതാണൊരു വസ്തുത. മുസ്ലിം പെൺകുട്ടികൾ അവരുടെ ആ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ അവർ ആ ജാഥകളിൽ പങ്കെടുക്കുന്നു, ഭാരതത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഗാനങ്ങൾ ആലപിക്കുന്നു, ജനഗണമന ആലപിക്കുന്നു. അതേപോലെ സാരേ ജഹാം സേ അച്ഛ എന്നുള്ള ആ ഇക്ബാലിൻ്റെ അതിമനോഹരമായ ദേശീയ ഗാനം അത് ആലപിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ജാതി മതഭേദമന്യേ വളരെ എല്ലാവരുടെയും ഒത്തുചേർന്ന ഒരു സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഈ തവണ നടന്നത്. അങ്ങനൊരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു ആഘോഷ പരിപാടിക്കാണ് ഭാരതം ഇപ്പം സാക്ഷ്യം വഹിച്ചത്. ഇതൊരു വലിയ തുടക്കമാണ്, വലിയ തുടക്കം. ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തിടത്ത് അങ്ങനെ പൂർണ്ണമായും മറ്റൊരു രാഷ്ട്രചിന്താഗതി പാടില്ല എന്നുള്ളതാണെങ്കിൽ പോലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അല്ല നിൽക്കുന്നത് എന്നൊരു മഹത്തായ സന്ദേശം ആണ് ഈ പാർട്ടിസിപ്പേഷനിലൂടെ നമുക്ക് ഇന്ത്യയിലുടനീളം കാണാൻ സാധിച്ചത്. മഹാ അത്ഭുതമായ ഒന്നാണ്. ഇനി ഭാരതത്തിൻ്റെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഈ ഓരോ മതവിഭാഗത്തിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് വളരെ ശക്തമായി അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ
പരിപൂർണമായും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തെ അവഹേളിക്കുകയോ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇന്ന് അപ്രസക്തമായിരിക്കുന്നു. ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം മുസ്ലിം മതത്തിലുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും ഈ മുസ്ലിം ഉസ്താദുമാരും മതമേലധ്യക്ഷന്മാരും ഇതര മതങ്ങളെ അവഹേളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ആയിട്ടുള്ള വീഡിയോകൾ എടുത്ത് അവരെ ശരിക്കും ട്രോൾ ചെയ്യുന്നു, അവരെ ശരിക്കും കളിയാക്കുന്നു, അവരെ വെറും പഴഞ്ചന്മാരെന്ന് മുദ്രകുത്തുന്നു. ആ ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുന്നത്, പ്രത്യേകിച്ചും മുസ്ലിം പെൺകുട്ടികൾ പോലും. അങ്ങനെ ഒരു വലിയ മാറ്റം ഭാരതത്തിലെമ്പാടും കൊണ്ടുവരാൻ കഴിയുന്നു. വിശേഷിച്ചും തീവ്രവാദ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഭാരതത്തിൽ ഇനി സ്ഥാനമില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇവിടുത്തെ സമസ്ത ജനങ്ങളും. അതിൻ്റെ 100 ഉദാഹരണങ്ങൾ നമ്മൾ CD-യിൽ ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ക്രൈസ്തവ രാഷ്ട്രങ്ങളിലും ഒക്കെ തന്നെ അവിടെയുള്ള ഭാരതീയർ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇംഗ്ലണ്ടിലുള്ളവർ, ജർമ്മനിയിലുള്ളവർ, കാനഡയിലുള്ളവർ, അമേരിക്കയിലുള്ളവർ, UAE-യിലുള്ളവർ എല്ലാവരും തന്നെ ഈ ഭാരതീയരോടൊപ്പം ഈ സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയർക്ക് മാത്രമല്ല, ഭാരതത്തിന് പുറത്ത് ജീവിക്കുന്നവർക്കും ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരു മഹാ ഉത്സവമായി, ആഘോഷമായി, ഇതൊരു വലിയ സന്ദേശമാണ്. ഭാരതത്തിൻ്റെ വിജയമാണ്. ഭാരതത്തിൻ്റെ അഖണ്ഡതയുടെ ആ ഒത്തുചേരലിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്, നൽകപ്പെടുന്നത്.